രാധേ, നമ്മുടെ കാറ് വഴിയിൽ വെച്ച് കേടായത് ഓർമ്മയില്ലേ? മെക്കാനിക് പറഞ്ഞത് ബാറ്ററി ഡിസ്ചാർജ് ആയെന്നാണ്. ബാറ്ററി എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ് രാജു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. രാസമാറ്റത്തിലൂടെ വൈദ്യുതി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും വൈദ്യുതി ഉപയോഗിച്ച് രാസമാറ്റം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുമുള്ള രസതന്ത്രശാഖയാണ് വൈദ്യുതരസതന്ത്രം, ഇലക്ട്രോകെമിസ്ട്രി. ഈ മാറ്റങ്ങൾ സാധ്യമാക്കുന്ന സംവിധാനങ്ങളാണ് വൈദ്യുതരാസ സെല്ലുകൾ, ഇലക്ട്രോകെമിക്കൽ സെൽസ്. ഇവ പ്രധാനമായി രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഗാൽവാനിക് സെല്ലുകൾ വൈദ്യുതി ഉണ്ടാക്കുന്നു. വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ വൈദ്യുതി ഉപയോഗിച്ച് രാസമാറ്റം നടത്തുന്നു. അപ്പോൾ കാറിലെ ബാറ്ററി ഗാൽവാനിക് സെല്ലാണല്ലേ? അതെ, ഗാൽവാനിക് സെല്ലുകൾ രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഡാനിയൽ സെൽ ഒരു ഉദാഹരണമാണ്. അവിടെ സിങ്കും കോപ്പറുമാണ് പ്രധാനികൾ. സിങ്ക് ഇലക്ട്രോഡ് സിങ്ക് സൾഫേറ്റ് ലായനിയിൽ ഇവിടെ ഓക്സീകരണം നടക്കുന്നു. സിങ്ക് ഇലക്ട്രോണുകളെ വിട്ടുനൽകി Zn2+ അയോണുകളായി ലായനിയിലേക്ക് പോകുന്നു. സിങ്ക് ഇവിടെ ആനോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ് ആണ്. കോപ്പർ ഇലക്ട്രോഡ് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ഇവിടെ നിരോക്സീകരണം നടക്കുന്നു. ലായനിയിലെ Cu2+ അയോണുകൾ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് കോപ്പറായി മാറുന്നു. കോപ്പർ ഇവിടെ കാഥോഡ്, പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ്. അപ്പോൾ വൈദ്യുതി എങ്ങനെയാണ് ഒഴുകുന്നത്? ഇലക്ട്രോണുകൾ സിങ്ക് ദണ്ടിൽ നിന്ന് കോപ്പർ ദണ്ടിലേക്ക് ഒഴുകുന്നു. വൈദ്യുതി ഇതിന് എതിർദിശയിൽ ഒഴുകുന്നു. സെല്ലിനുള്ളിൽ വൈദ്യുത നിർവീര്യത നിലനിർത്താൻ സോൾട്ട് ബ്രിഡ്ജ് സഹായിക്കും. ഏത് ലോഹമാണ് ഇലക്ട്രോണുകൾ വിട്ടുനൽകുന്നതെന്ന് എങ്ങനെ അറിയാം? അതിനാണ് നമ്മൾ ക്രിയാശീല ശ്രേണി, റിയാക്ടിവിറ്റി സീരീസ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണുകളെ വിട്ടുനൽകാനുള്ള പ്രവണതയുടെ അടിസ്ഥാനത്തിൽ ലോഹങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നു. ഈ പട്ടികയിൽ മുകളിലുള്ള ലോഹത്തിന് ക്രിയാശീലം കൂടുതലായിരിക്കും. ക്രിയാശീലം കൂടിയവ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്. ക്രിയാശീലം കുറഞ്ഞവ കോപ്പർ, സിൽവർ, ഗോൾഡ്. ഈ ശ്രേണി കൊണ്ട് വേറെന്താണ് പ്രയോജനം? രണ്ട് പ്രധാന ഉപയോഗങ്ങളുണ്ട്. ആദേശം ചെയ്യൽ, ഡിസ്പ്ലേസ്മെന്റ്. ക്രിയാശീലം കൂടിയ ലോഹത്തിന് ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിന്റെ ലവണലായനിയിൽ നിന്ന് ആദേശം ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് സിങ്ക് ക്രിയാശീലം കൂടുതലായതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് ലായനിയിലെ കോപ്പറിനെ ആദേശം ചെയ്യും. ഓക്സീകാരി, നിരോക്സീകാരി. ക്രിയാശീലം കൂടിയ ലോഹമായിരിക്കും നല്ല നിരോക്സീകാരി. അതിന് ഓക്സീകരണം സംഭവിക്കുന്നു. ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന്റെ അയോണായിരിക്കും നല്ല ഓക്സീകാരി. അതിന് നിരോക്സീകരണം സംഭവിക്കുന്നു. ഗാൽവാനിക് സെല്ലിന് നേർവിപരീതമായ വൈദ്യുത വിശ്ലേഷണ സെൽ എന്താണ് ചെയ്യുന്നത്? അത് വൈദ്യുതോർജ്ജം പ്രയോജനപ്പെടുത്തി രാസമാറ്റമുണ്ടാക്കുന്നു. ഇവിടെ വൈദ്യുതി കടന്നുപോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. ഇവിടെ ചാർജ് എങ്ങനെയാണ്? ഇവിടെ ഗാൽവാനിക് സെല്ലിന് നേരെ വിപരീതമാണ്. ആനോഡ് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്നു. ഇവിടെ ഓക്സീകരണം നടക്കുന്നു. കാഥോഡ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്നു. ഇവിടെ നിരോക്സീകരണം നടക്കുന്നു. ഇതിനുദാഹരണം? വൈദ്യുത ലേപനം ഇതിന് നല്ല ഉദാഹരണമാണ്. ഇരുമ്പ് വളയത്തിൽ ചെമ്പ് പൂശുന്നത് ഈ രീതിയിലാണ്. അതുപോലെ വെള്ളം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നതും വൈദ്യുത വിശ്ലേഷണത്തിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററി വൈദ്യുതി ഉണ്ടാക്കുന്നത് ഗാൽവാനിക് സെൽ തട്ടത്തിലും അത് റീചാർജ് ചെയ്യുന്നത് വൈദ്യുത വിശ്ലേഷണ തത്വത്തിലുമാണെന്ന് മനസ്സിലായല്ലോ. ഈ പാഠമിപ്പോൾ എളുപ്പമായോ? അതെ രാജു.